ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവോത്ഥാനവും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ. ഇനി നമുക്ക് ആകെ 2 ടോപ്പിക് കൂടിയുള്ളൂ. ഏതൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് റീഫോർമേഷനും അതുപോലെ തന്നെ കൗണ്ടർ റീഫോർമേഷനും. അപ്പോൾ ഈ 2 കുഞ്ഞ് ടോപ്പിക്ക് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഇത് കുഞ്ഞ് ടോപ്പിക് ആണെങ്കിലും നമുക്കിതിൽ കുറച്ച് ആളുകളുടെ പേരും അതുപോലെ നന്നായി മനസ്സിലാക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതിന് മുന്നേയുള്ള ഈ പാഠത്തിലെ ഭാഗങ്ങളെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഒരു ഭാഗം കാണാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തം വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്? റീഫോർമേഷൻ അല്ലേ. എന്താണ് റീഫോർമേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മതനവീകരണമാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ എന്ത് കാരണമായിരിക്കും മതം നവീകരിക്കുന്നുണ്ടായിരിക്കുക? നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്ന റിനൈസൻസ് കാരണം അല്ലേ, നവോത്ഥാനം കാരണം മതത്തിന് എന്ത് സംഭവിച്ചു, അപ്പം ഈ മതങ്ങൾക്ക് എങ്ങനെയാണ് നവോത്ഥാനം സ്വാധീനിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി റിനൈസൻസ് എക്സ്റ്റെൻഡഡ് ടു ദ റെം ഓഫ് റിലീജിയൻ ഓൾസോ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ എന്താണ് മതരംഗത്തും ആർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? യൂറോപ്പിലെ മതങ്ങൾക്കും അല്ലെങ്കിൽ ആ മതങ്ങളുടെ മേഖലയിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ അന്നത്തെ പള്ളികളിൽ ഉണ്ടായിരുന്ന കുറച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ മാറ്റുവാനായിട്ട് അല്ലെങ്കിൽ തകിടമറിക്കാനായിട്ട് ഇടവന്ന കുറച്ച് ആളുകളുടെ കൃതികളൊക്കെയാണ്. ഓക്കെ, ആക്ഷേപഹാസ്യം, അതാണ് സാട്രിക്കൽ വർക്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, ആ വേർഡ് കണ്ടു എന്ന് വിചാരിക്കുന്നു. സാട്രിക്കൽ വർക്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്ഷേപഹാസ്യം. അപ്പോൾ 4 പേരുടെ പേര് പഠിക്കണം അല്ലേ. യെസ്, 10ാം ക്ലാസ് ഒക്കെയാണ്, കുറച്ചധികം പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. ഈ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. സാട്രിക്കൽ വർക്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇറാസ്മസ് പോലെയുള്ള ഹ്യൂമാനിസ്റ്റുകളുടെ മാനവികവാദികൾ. ഓക്കെ, അപ്പം ഇറാസ്മസിൻ്റെ ഒരു ആക്ഷേപഹാസ്യം. അത് മാത്രമല്ല ജോൺ വൈക്ലിഫ്, ജാൻ ഹസ്, സെവോനറോള, ഇങ്ങനെ 3 പേരുടെ പേര് പറയുന്നുണ്ട്. അവരുടെ ക്രിട്ടിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിമർശന കൃതികൾ. അപ്പം ഇതെല്ലാം തന്നെ എന്തിന് കാരണമായി? അവിടെ ഒരു അടി ഉണ്ടാവുകയാണ്. എന്താണ്? കത്തോലിക്ക ചർച്ചുകളിൽ എന്തുണ്ടായി? അവിടുത്തെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായിട്ടാണ് അവർ ആ ആക്ഷേപഹാസ്യങ്ങളും വിമർശന കൃതികളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നത്. laid the groundwork for protest against certain practices and beliefs within the Catholic Church. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ്, ഈ പള്ളികളിൽ ഉണ്ടായിരുന്ന അന്നത്തെ ആചാരങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ആര് എഴുതിയിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 4 പേരുടെ കൃതികളും ആക്ഷേപഹാസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? ആരൊക്കെയാണ് 4 പേര്? ഇറാസ്മസ്, ജോൺ വൈക്ലിഫ്, ജാൻ ഹസ്. ഈ ജാൻ ഹസ് ഈസ് ഓൾസോ നോൺ ആസ് ജോൺ ഹസ്. അപ്പോൾ ജാൻ ഹസ്, ചില സ്ഥലങ്ങളിൽ നമുക്ക് ജോൺ എന്ന് കാണാട്ടെ, ജാൻ്റെ പകരം. അപ്പോൾ അതും തന്നെയാണ്, ഈ ജാൻ ഹസ് തന്നെയാണ് ജോൺ ഹസ്. ഇനി സെവോനറോള. അപ്പം ഇങ്ങനെ 4 പേരുടെ പേര് പഠിച്ചു. അപ്പം ഇവരാണ് ആദ്യത്തെ കാരണം അവിടെ അടി ഉണ്ടാവാനുള്ളത് കേട്ടോ. വൺ കണ്ടൻഷ്യസ് ഇഷ്യൂ വാസ് ദ സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്. എന്താണ് സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്? ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സംഭവം എന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ പറയില്ലേ ഈ പാപവിമോചന പത്രം അല്ലെങ്കിൽ ദണ്ഡവിമോചനം, പാപം നമ്മളിൽ നിന്ന് പൂർണ്ണമായി അകറ്റുക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിരുന്നു. എന്താണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പള്ളിയിലത്തെ അധികാരികൾ എന്ത് ചെയ്തിരുന്നു? വിശ്വാസികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിരുന്നു. എന്തിൻ്റെ പേരിൽ? നിങ്ങളുടെ എല്ലാ പാപങ്ങളും മാറും, എന്ത് തന്നാൽ മതി? കാശ് തന്നാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു പ്രാക്ടീസ് അവിടെ ഉണ്ടായിരുന്നു.
അവർ പറയുന്നത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ആ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അത് ബൈബിൾ വായിക്കാൻ അറിയണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ലാറ്റിനിലായിരുന്നു അല്ലേ എല്ലാം തന്നെ. അപ്പോൾ അവർക്ക് അതൊന്നും വായിക്കാനോ എഴുതുവാനൊന്നും ആ ഭാഷ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം ഇവർ വിശ്വസിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പാപം മൊത്തത്തിൽ പൂർണ്ണമായി ഇല്ലാതാവണമെങ്കിൽ അതാണ് സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്, പാപ വിമോചന പത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കാശടച്ചാൽ ഈ ഒരു പത്രം അവർക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു അവിടെ നിലനിന്നിരുന്ന കാര്യങ്ങൾ. ചർച്ച് അതോറിറ്റീസ് പ്രോക്ലെയിംഡ് ദാറ്റ് പർച്ചേസിങ് ഇൻ്റലിജൻസസ് വുഡ് റെഡീം ഇൻഡിവിജ്വൽസ് ഓഫ് ദിയർ സിൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ആ ചർച്ചിലെ അധികാരികൾ എന്ത് പറഞ്ഞു? ഇങ്ങനെ ഇവർ പാപവിമോചന പത്രം വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും തന്നെ മാറും, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാകും എന്ന് അവർ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പം എല്ലാവരും പോയി അത് വാങ്ങാനായിട്ട് തുടങ്ങിയിട്ടാ. ദി മണി ദസ് കളക്റ്റഡ് വാസ് പ്രപ്പോസ്ഡ് ടു ഫണ്ട് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് കത്തീഡ്രൽസ്. ഇങ്ങനെ പിരിച്ചിരുന്ന പണം അവരെന്താ ചെയ്തിരുന്നതെന്നറിയോ? 2 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്തിരുന്നത്. ഒന്നാമത്തെ കാര്യം അവർ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് അവർ കത്തീഡ്രലുകൾ, വലിയ വലിയ പള്ളികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ക്ലിയർ ആണല്ലോ? അപ്പോൾ സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് എന്ന് കേട്ടാൽ എന്താണ് എന്ന് ചോദിക്കുമോ? ഇല്ല, പാപവിമോചന പത്രം. നമ്മൾ ദണ്ഡവിമോചനം എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ കേൾക്കാം. അത് ഇങ്ങനെയല്ല, കാശ് പിരിച്ചിട്ടല്ല, ഇപ്പോൾ വേറെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ. പക്ഷെ പണ്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഇതേപോലെ കാശ് കൊടുത്തിട്ടാണ് ദണ്ഡവിമോചനങ്ങളെല്ലാം വാങ്ങിയിരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി വേറൊരു വ്യക്തിയുടെ പേരോട് പറയുന്നുണ്ട്, ജൊഹാൻ ടെറ്റ്സെൽ. However, when Johann Tetzel, a Dominican monk, arrived in Germany to promote the sale of indulgences. ജൊഹാൻ ടെറ്റ്സെൽ എന്ന് പറയുന്ന ഒരു ഡൊമിനിക്കൻ സന്യാസി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? അപ്പം ഈ ഒരു സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആര് വരികയാണ്? ജർമ്മനിയിൽ നിന്ന് ഒരു ഡൊമിനിക്കൻ സന്യാസി, ആളുടെ പേരാണ് ജൊഹാൻ ടെറ്റ്സെൽ. അല്ലേ, മറക്കരുത്, തെറ്റിപ്പോയിരുന്നിട്ടാ. അപ്പം ഈ ജൊഹാൻ എവിടുന്ന് വന്നു? ജർമ്മനിയിൽ നിന്ന് വരികയാണ് ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് വേറൊരാളെ നമുക്ക് പരിചയപ്പെടാം, മാർട്ടിൻ ലൂതർ. ആ പേരെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, മാർട്ടിൻ ലൂതർ വരികയാണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഈ വിറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു കത്തീഡ്രൽ, ഒരു പള്ളിയുണ്ട്. എന്താണ് വിറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു കത്തീഡ്രൽ? ആ കത്തീഡ്രലിൻ്റെ വാതിലുമൊക്കെ അദ്ദേഹം, മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം തന്നെ രചിച്ച 95 തെസിസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ പറയുന്ന, ഈ ബൈബിളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം എവിടെ ഒട്ടിച്ചു വെച്ചു? ഈ വിറ്റൻബർഗ് കത്തീഡ്രലിൻ്റെ വാതിലുമയൊക്കെ അദ്ദേഹം ഒട്ടിച്ചു വെച്ചു. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ജർമ്മൻ ഭാഷയിലല്ലായിരുന്നു കേട്ടോ. അത് ഏത് ഭാഷയിലായിരുന്നു? ലാറ്റിൻ ഭാഷയിലായിരുന്നു അദ്ദേഹം എഴുതി ഒട്ടിച്ചു വെച്ചത്. ഓക്കെ, ലൂതേഴ്സ് ഇന്റൻഷൻ വാസ് മിയർലി ടു സ്പാർക്ക് ആൻ ഐഡിയോളജിക്കൽ ഡിബേറ്റ്. ഈ ഒരു കാര്യമാണ് മാർട്ടിൻ ലൂതറിൻ്റെ 95 തെസിസ് അവിടെ ഒട്ടിച്ചു വെച്ചു. ആ ഒരു കാര്യമാണ് പ്രൊട്ടസ്റ്റന്റ് മതനവീകരണം എന്ന് പറയുന്ന കാര്യത്തിന് തുടക്കം കുറിച്ച ഇമ്പോർട്ടൻ്റ് കാര്യം. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷൻ്റെ തുടക്കം എന്തായിരുന്നു? മാർട്ടിൻ ലൂതറിൻ്റെ 95 തെസിസ് ആയിരുന്നു. അപ്പം അത് വന്നില്ല വെച്ചാൽ ഇപ്പോഴും അവർ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്തു വന്നേർന്നേ. പക്ഷേ ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ 95 തെസിസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള സംഭവം വന്നിട്ട് ഈ കത്തീഡ്രലിൻ്റെ ഡോർമയൊക്കെ ഒട്ടിച്ചു വെച്ചു. അപ്പം അങ്ങനെ ആൾക്കാരൊക്കെ അറിയാനായിട്ട് തുടങ്ങിയിട്ടാ. പക്ഷെ നമ്മുടെ മാർട്ടിൻ ലൂതർ ഇങ്ങനെ കുറേ ഒരു നവീകരണമൊന്നും വിചാരിച്ചിട്ടല്ല ഇങ്ങനെയൊന്നും ചെയ്തത് കേട്ടോ. അദ്ദേഹത്തിന് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ആശയം ശരിക്കൊരു ശരിയാക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലാറ്റിൻ ഭാഷയിലാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരുന്നത്. സാധാരണക്കാർക്ക് വായിക്കാനുള്ള രീതിയിലല്ല അദ്ദേഹം അത് ചെയ്തിരുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് അത് ഒട്ടിച്ചു വെച്ചത്. ഒരു ഐഡിയോളജിക്കൽ ഡിബേറ്റ്, ഒരു ആശയപരമായിട്ട് കുഞ്ഞൊരു സംവാദം മാത്രമാണ് അദ്ദേഹം വിചാരിച്ചിരുന്ന കാര്യം. പക്ഷെ അതാണോ നടന്നത്? അല്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള തെസിസ് എന്ത് ചെയ്തു? ജർമ്മനിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടല്ല ചെയ്തത്. However,
ഹിസ് വർക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ജർമ്മൻ വിത്തൗട്ട് ഹിസ് നോളജ്. കണ്ട, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയല്ല ചെയ്തേക്കണേ. എന്ത് ചെയ്തു? ഈ ലാറ്റിനിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ 95 thesis ജർമ്മനിയിലോട്ട് ആരോ തർജ്ജമ ചെയ്തു. ആൻഡ് ആസ് എ റിസൾട്ട് വൈഡ്ലി ഡിസമിനേറ്റിംഗ് ഇറ്റ്. അപ്പോൾ ജർമ്മനിയിലോട്ട് എഴുതി എന്താ സംഭവിക്കുക? ജർമ്മനിലോട്ട് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാർ എല്ലാവരും വായിക്കൂലേ, അങ്ങനെ അതെല്ലാം എല്ലാവരും അറിയാനായിട്ട് തുടങ്ങി, സ്പ്രെഡ് ചെയ്തു. സബ്സിക്വൻ്റ്ലി ലൂതർ സെർവ്ഡ് ഹിസ് ടൈസ് വിത്ത് ദി ചർച്ച്. എന്താണ് ലൂതർ സെർവ്ഡ് ഹിസ് ടൈസ് വിത്ത് ദി ചർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയുമായിട്ടുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആർക്ക്? മാർട്ടിൻ ലൂതറിന്. ക്ലിയർ ആണോ? ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ആരെ പറ്റിയൊക്കെ പഠിച്ചു? ഇറാസ്മസ്, ഓർമ്മയില്ലേ? ആരാണ്? സാട്രിക്കൽ വേഴ്സ്, ആക്ഷേപഹാസ്യങ്ങൾ എഴുതിയിരുന്ന ഒരാളാണ് അല്ലേ. ഇനി വിമർശന കൃതികൾ എഴുതിയിട്ടുള്ള കുറച്ച് പേരുടെ പേര് പഠിച്ചു. 3 പേരുടെ പേര് ഓർമ്മയുണ്ടല്ലോ, വീണ്ടും പറയണ്ടല്ലോ. പിന്നെ നമ്മളൊരു ഡൊമിനിക്കൻ സന്യാസിനെ പറ്റി പഠിച്ചു. അദ്ദേഹം എന്തിനാണ് വന്നത്? ഇൻ്റലിജൻസിൻ്റെ സെയില് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ആര്? ജോഹാനസ് ടെറ്റ്സൽ. പിന്നെ നമ്മൾ പഠിച്ചത് മാർട്ടിൻ ലൂതറിനെ പറ്റിയിട്ടാണ്. മാർട്ടിൻ ലൂതറാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് തുടക്കം കുറിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് 95 thesis. ക്ലിയർ ആണല്ലോ ഇത്രയും വരെ? ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ജർമ്മനി, പെർട്ടിക്കുലർലി വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റി where Martin Luther taught, played an important role in laying the groundwork for the Reformation. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ റീഫോർമേഷന്, മതനവീകരണത്തിൻ്റെ കേന്ദ്രമായി മാറിയത് എന്താണ്? ജർമ്മനിയിലെ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികളും. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചിരുന്ന വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയുമാണ് എന്തിന് ഒരു അടിസ്ഥാന കേന്ദ്രമായിരുന്നത്? നവീകരണം, മതനവീകരണത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രമായി നിലനിന്നിരുന്നത് ഈ പറഞ്ഞ വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റി. അതുമാത്രമല്ല ഈ ജർമ്മനിയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും. ക്ലിയർ ആണോ? ദി ഇൻട്രസ്റ്റ് ഓഫ് സെക്യുലർ റൂളേഴ്സ് who wished to limit the powers of clergy and church courts further encouraged the Reformation. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നറിയോ? അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൂടുതൽ വിഷമാക്കാൻ നോക്കില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഈ പള്ളികളിലൊക്കെ പുരോഹിതന്മാർക്ക് ഭയങ്കര പവറാണ്. പള്ളികളല്ലാത്ത സ്ഥലത്തോ വേറെ ഭരണകർത്താക്കളുണ്ട് അല്ലേ. അപ്പം അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പള്ളികളിൽ ഇവർക്കുള്ള പുരോഹിതന്മാർക്കും ഈ മത കോടതിയൊക്കെ ഉണ്ട്, പള്ളി കോടതിയൊക്കെ. അപ്പോൾ അവിടുത്തെയൊക്കെ പവറുകൾ കുറയ്ക്കണം എന്ന് അവിടുത്തെ സെക്യുലർ റൂളേഴ്സിനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ താല്പര്യം എന്തിനെ കാരണമായി? മതനവീകരണത്തിന് കൂടുതലായിട്ട് സഹായിച്ചു എന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. The interest of secular rulers who wished to limit the powers of the clergy. കണ്ട, ക്ലർജി എന്ന് വെച്ചാൽ പുരോഹിതന്മാർ, അവരുടെ പവേഴ്സ് കുറയ്ക്കണം എന്നാണ് ആർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്? അവിടുത്തെ റൂളേഴ്സിൻ്റെ ആഗ്രഹം. അപ്പോൾ ആഗ്രഹം എന്തിനു കാരണമായി? മതനവീകരണത്തിന് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Many rulers had grown dissatisfied with the extensive powers of the clergy, particularly in matters of taxation and എക്ലീസിയാസ്റ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ്. എന്താണ്? അവിടെ നികുതികളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ക്ലർജിമാർക്ക്, പുരോഹിതന്മാർക്ക് ഒരുപാട് പവർ ഉണ്ടായിരുന്നേ. അവരെന്തൊക്കെ ചെയ്തിരുന്നു? നികുതി പിരിവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ എക്ലേസിയാസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയില്ലേ, ദേവാലയം, സഭ എന്നൊക്കെയാണ് അർത്ഥമുള്ളൂ. അപ്പോൾ അവിടുത്തെ നിയമനങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ ആർക്കാണ് ഏറ്റവും പവർ? അവിടുത്തെ ഭരണകർത്താക്കൾക്കല്ലായിരുന്നു. ആർക്കാണ്? പുരോഹിതന്മാർക്കായിരുന്നു അല്ലേ. ഈ പള്ളി വക നികുതി പിരിവും അവിടുത്തെ അപ്പോയിൻമെൻറ്റുകളും ആർക്കായിരുന്നു പവർ? അവിടുത്തെ ക്ലർജിമാർക്കായിരുന്നു അല്ലെങ്കിൽ പുരോഹിതന്മാർക്കായിരുന്നു. അപ്പം ഇതൊന്നും ആർക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല? അവിടുത്തെ റൂളേഴ്സിന് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്താ പറയുന്നത്? The Reformation that originated in Germany soon spread to other European kingdoms. എന്താണ്? ഇപ്പോൾ എവിടെയാണ് മതനവീകരണം തുടങ്ങിയത്? ജർമ്മനിയിലാണല്ലേ. ജർമ്മനിയിൽ നിന്ന് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ 2 പേരുടെ പേര് പറയുന്നുണ്ട്. അതെന്താണ്? ഈ റീഫോർമേഷന് നേതൃത്വം കൊടുത്ത ലീഡർഷിപ്പ് കൊടുത്ത 2 പേരുടെ പേരാണ്. സ്വിറ്റ്സർലാൻഡിലെയാണ് കേട്ടോ 2 പേര്.
പിന്നെ പേര് ആദ്യത്തെ പേരിൽ നമുക്ക് എച്ച് കാണാം അല്ലേ, പക്ഷെ നമ്മൾ എച്ച് പ്രൊനൗൺസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താ വായിക്കുക? ഉൾറിച്ച് സ്വിംഗ്ലി എന്നാണ് ഒന്നാമത്തെ ആളുടെ പേര്. രണ്ടാമത്തത് ജോൺ കാൽവിൻ. അപ്പോൾ എച്ച് വായിക്കരുത്, അത് അങ്ങനെയാണ് വായിക്കുക. ഉൾറിച്ച് സ്വിംഗ്ലി ആൻഡ് ജോൺ കാൽവിൻ സ്വിറ്റ്സർലാൻഡിലെ 2 പേരാണ് എന്ത് ചെയ്തിരുന്നത്? ഈ റീഫോർമേഷൻ മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തത്. അപ്പോൾ ആരാണ് റീഫോർമേഷൻ മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ കിട്ടില്ലേ? യെസ്, ഇതൊക്കെ നമ്മുടെ ഒരു അസംപ്ഷൻ ആണ്. ഓക്കെ, ഇംഗ്ലണ്ട് കിങ് ഹെൻറി 8 അല്ലേ, അത് 8ആണ്. ഹെൻറി 8 എന്തിന് നേതൃത്വം കൊടുത്തു? ലെറ്റ് ദി റീഫോർമേഷൻ ആൻഡ് ദി ആംഗ്ലിക്കൻ ചർച്ച് എമേർജ്ഡ് ദർ വിത്ത് ദി മൊണാർക്ക് സെർവ്ഡ് ആസ് ഇറ്റ്സ് ഹെഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഈ മതനവീകരണ നേതൃത്വം കൊടുത്ത ആളാണ് ഹെൻറി 8. അദ്ദേഹം ഒരു സഭ തുടങ്ങി. എന്താണ്? ആംഗ്ലിക്കൻ സഭ ആണ് അതിൻ്റെ പേര്. അദ്ദേഹം അതിൻ്റെ തലവനായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. ആരാണ് ഓർമ്മയിലെ? ഹെൻറി 8. ദിസ് ഡെവലപ്മെന്റ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി നാഷണൽ ചർച്ച്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എന്തിലോട്ട് വഴിവെച്ചു? ഒരു ദേശീയ സഭ. ഇങ്ങനെ ചർച്ച് എന്ന് പറയുന്നത് ഇവിടെ പള്ളിയല്ല ഉദ്ദേശിക്കുന്നത്, സഭ എന്നാണ് പറയുന്നത് നമ്മൾ. ദേശീയ സഭ, നാഷണൽ ചർച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയി അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം ഇതാണ് മതനവീകരണം. സിമ്പിൾ അല്ലേ ടോപ്പിക്ക്? പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും റീഫോർമേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കൗണ്ടർ റീഫോർമേഷൻ പഠിക്കും. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് കൗണ്ടർ റീഫോർമേഷൻ. ഒരു കുഞ്ഞേ ടോപ്പിക്കാണ് കേട്ടോ. കൗണ്ടർ റീഫോർമേഷൻ, പ്രതിമതനവീകരണം അല്ലേ? എന്താണത്? ഈ മതനവീകരണമൊക്കെ ഉണ്ടായതിനു ശേഷമേ ഈ കത്തോലിക്ക സഭ അങ്ങനെ വെറുതെ ഇരുന്നോ? ഇല്ല. അവരെന്ത് ചെയ്തു? അവർ സ്വയം മാറാനായിട്ട് തുടങ്ങി. ആ എഫേർട്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന് കാരണമായിട്ടുള്ള അവർ ഇനീഷ്യേറ്റീവ് എടുത്തുല്ലോ, മാറാനൊക്കെ തീരുമാനിച്ചല്ലോ, അതിനെയാണ് നമ്മൾ കൗണ്ടർ റീഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അവർ സ്വയം മാറ്റം വരുത്താൻ, അവർ സ്വയം നവീകരിക്കാനായിട്ട് തുടങ്ങി. ആസ് പാർട്ട് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ സഭയിലെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞു, നമുക്കൊരു സമ്മേളനം വിളിച്ചു കൂട്ടാം. ഓക്കെ, നോർത്തേൺ ഇറ്റലിയിലെ ട്രെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു സമ്മേളനം, അതിന് നമ്മൾ സൂനഹദോസ് എന്നാണ് പറയുക. അപ്പോൾ ഈ സൂനഹദോസ് അവർ വിളിച്ചു കൂട്ടി. The objectives of this council were to correct erroneous tendencies within the church and to implement reforms. എന്താണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത്? അന്ന് സഭയിൽ നിലനിന്നിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഇറോണിയസ് ടെൻഡൻസീസ്, അതെല്ലാം മാറ്റി പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ഈ ഒരു മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്ത് ബാൻ ചെയ്തിട്ടുണ്ട്? സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്. നമ്മൾ നേരത്തെ പഠിച്ച സംഭവം അവരെന്ത് ചെയ്തു? അങ്ങ് പൂർണ്ണമായി ഇല്ലാതാക്കി, ബാൻ ചെയ്തു. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണേ. എന്തിൻ്റെ? കുറേ ബുക്കുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. എന്തിന്? അത് വിശ്വാസികളോട് പറയാണ്, ഇങ്ങനത്തെ ബുക്കുകളൊന്നും നിങ്ങൾ വായിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ ആ ഒരു മീറ്റിങ്ങിൽ തീരുമാനിച്ചു. The court of inquisition, which was there in medieval times, was reinstituted. എന്താണ് ദി കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ ഈ മതങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മതത്തിൽ തന്നെ തീരുമാനിക്കാനുള്ള ഒരു കോടതിയുണ്ട്, മതവിചാരണ കോടതി. അതാണ് കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് മിഡീവിയൽ ടൈംസിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അത് വീണ്ടും കൊണ്ടുവരുവാണ് ഈ ഒരു മീറ്റിങ്ങിൽ തീരുമാനിച്ച വേറൊരു കാര്യം. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? സെയിൽ ഓഫ് ഇൻ്റലിജൻസ് അങ്ങ് ബാൻ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വായിക്കാനാണോ? അല്ല, വിശ്വാസികളോട് പറയാണ് ഈ ബുക്കുകളൊന്നും വായിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ, ഈ മതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിഹരിക്കുന്ന മതവിചാരണ കോടതി മിഡീവിയൽ കാലങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് വീണ്ടും കൊണ്ടുവരാനായിട്ട് തീരുമാനമായി. ഇനി അടുത്തത് എന്താണ് പഠിക്കാനുള്ളത്? ദ സൊസൈറ്റി ഓഫ് ജീസസ്, അതൊരു സഭയാണ്. ദ സൊസൈറ്റി ഓഫ് ജീസസ് ആരാണ് അത് കൊണ്ടുവന്നത്, സെറ്റപ്പ് ചെയ്തത്? ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പുരോഹിതനായിരുന്നു. അദ്ദേഹം ഈ ഒരു കൗണ്ടർ റീഫോർമേഷന്
പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ആര്? ഇഗ്നേഷ്യസ് ലയോള. സൊസൈറ്റി ഓഫ് ജീസസിന്റെ സ്ഥാപകനാണ് ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം കൗണ്ടർ റിഫോർമേഷന്റെ പ്രധാനപ്പെട്ട ആളാണ്. Its members were bound to observe strict discipline and unquestioned obedience എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണം ഈ സൊസൈറ്റി ഓഫ് ജീസസിൽ ഉള്ള അല്ലെങ്കിൽ അതിലുള്ള വിശ്വാസികളൊക്കെ ഇല്ലേ, അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ നിയമങ്ങളുണ്ടോ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണം. അതുപോലെ തന്നെ എന്ത് കാര്യം വന്നാലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഇഗ്നേഷ്യസ് ലയോള സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പം അതിലെ ഒന്നിനും ചോദ്യം ചെയ്തിരുന്നില്ല കേട്ടോ. മതനവീകരണത്തിന് ഒരുപാട് സഹായിച്ചിരുന്നു ഈ ഒരു സംഭവം. സൊസൈറ്റി ഓഫ് ജീസസിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. They tried to establish the authority of Catholic Church by setting up schools and engaging in active missionary work. അതുപോലെ തന്നെ ഈ നമ്മുടെ കത്തോലിക്ക സഭ തിരിച്ചു കൊണ്ടുവരണ്ടേ, അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കി. അതുപോലെ മിഷണറി വർക്ക്, എന്താണ് മിഷണറി വർക്ക്? പാവങ്ങളെ സഹായിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു പോന്നു. കൗണ്ടർ റീഫോർമേഷൻ സക്സീഡഡ് ഇൻ എലിമിനേറ്റിംഗ് എ നമ്പർ ഓഫ് റോങ് ടെൻഡൻസീസ് ഇൻ ദി കാത്തലിക് ചർച്ച്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നന്നാക്കി എടുത്തപ്പം അവർക്കുള്ള ചീത്തപ്പേരൊക്കെ തനിയെ കുറഞ്ഞു തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ ഈ കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പൊട്ടയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറാനായിട്ട് തുടങ്ങി, എലിമിനേറ്റ് ചെയ്തു. കൗണ്ടർ റീഫോർമേഷൻ ഈസ് ഓൾസോ നോൺ ആസ് കാത്തലിക് റീഫോർമേഷൻ. ഈ കൗണ്ടർ റീഫോർമേഷൻ തന്നെയാണ് എന്ത്? കാത്തലിക് റീഫോർമേഷൻ എന്നും അറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ എന്ത്? കൗണ്ടർ റീഫോർമേഷനെ പറ്റിയിട്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഒറ്റ പാരഗ്രാഫും കൂടി നമ്മുടെ ചാപ്റ്റർ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് നമ്മൾ കടക്കുകയാണ്. എന്താണ് അതിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം. എന്താണ് നമുക്ക് വായിക്കാം. The Renaissance marks the evolutionary progress of humanistic ideas that originated in the Greco-Roman times. ഗ്രീക്കോ-റോമൻ സമയങ്ങളിൽ ഉണ്ടായിരുന്ന കുറേ ആശയങ്ങളല്ലേ, അതിനെല്ലാം വളരെയധികം മാറ്റങ്ങൾ അല്ലേ, പ്രോഗ്രസ് സംഭവിച്ചു. ഏത് സമയത്ത്? ഈ നവോത്ഥാന സമയത്ത് എവല്യൂഷണറി പ്രോഗ്രസ്, ഭയങ്കര മാറ്റം സംഭവിച്ച ഒരു സമയമായിരുന്നു ഈ റിനൈസൻസിൻ്റെ കാലഘട്ടം. എന്ത് ടൈപ്പ് മാറ്റമാണ് സംഭവിച്ചത്? ഒരു ഹ്യൂമാനിസ്റ്റിക് ഐഡിയാസ്, മാനവികപരമായിട്ടുള്ള ആശയങ്ങൾക്കാണ് അവിടെ മാറ്റങ്ങൾ, പ്രോഗ്രസ് ഒക്കെ സംഭവിച്ചത്. Renaissance was also a continuation of the ancient and the Middle Ages. പ്രാചീനപരമായിട്ടുള്ള കാലഘട്ടത്തിൻ്റെയും മധ്യകാലഘട്ടത്തിൻ്റെയും ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് എന്ത്? ഈ നവോത്ഥാനം അല്ലേ. As its core, the Renaissance was characterized by humanism, which focused on humanity and human needs. എന്താണ് നവോത്ഥാനം? നവോത്ഥാനത്തിൻ്റെ പ്രധാന ക്യാരക്ടറൈസേഷൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവികതയാണ്. മാനവികത എന്ന് പറഞ്ഞാൽ എന്തിനെ പ്രാധാന്യം കൊടുക്കുന്നതാ? എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്? മനുഷ്യന്, ഹ്യൂമാനിറ്റീനെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെയൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സംഭവമാണ് റിനൈസൻസ്, ഹ്യൂമാനിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ത്രൂ എക്സ്റ്റെൻസീവ് ട്രേഡ് കോണ്ടാക്ട്സ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്, ദ റിനൈസൻസ് ഫോസ്റ്റേർഡ് മ്യൂച്വൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് അതർ സൊസൈറ്റീസ്. അപ്പം ഈ നവോത്ഥാന കാലത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ട്രേഡ് കോണ്ടാക്ട്സ് അല്ലെ, വ്യാപാരത്തിനായിട്ടുള്ള കോണ്ടാക്റ്റുകളും ഞാൻ പറഞ്ഞില്ലേ. യെസ്, നമ്മൾ പഠിച്ചതാണ് ഈ ചാപ്റ്റർ മൊത്തം. അതുപോലെ തന്നെ സംസ്കാരങ്ങൾ തമ്മിൽ കൈമാറുന്നതും ഒക്കെ എന്തിന് കാരണമായി? ഈ യൂറോപ്പും പല ബാക്കി ഭാഗങ്ങളായിട്ടുള്ള കോണ്ടാക്ട്സ്, ഒരു റിലേഷൻഷിപ്പ് ബന്ധത്തിന് കാരണമായിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഹ്യൂമാനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും എൻ്റെ കൂടെ പഠിച്ചവർക്ക് എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഐഡിയകളും ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആദ്യം കണ്ട് സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? യെസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയാലും മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.